ഉളിക്കൽ ജലനിധി കുടിവെള്ള പദ്ധതിയുടെ കിണറിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് മണ്ണിട്ട് നികത്തുന്നത് പ്രദേശവാസികൾക്കും കുടിവെള്ള സ്രോതസ്സിനും ഭീഷണിയാകുന്നതായി പരാതി. ഉളിക്കൽ പഞ്ചായത്തിലെ ഏഴൂർ 16-ാം പന്തൽ പ്രദേശത്തെ താമസക്കാർ ഇത് സംബന്ധിച്ച് ഉളിക്കൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. കുടിവെള്ള പദ്ധതിയോട് ചേർന്ന് മണ്ണിട്ട് നികത്തുന്നതിനൊപ്പം മാലിന്യം തള്ളുന്നതും ഭീഷണിയാവുന്നതായി പരാതിയിൽ പറയുന്നു. 120-ലധികം കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുടിവെള്ള പദ്ധതിക്കാണ് മണ്ണിട്ട് നികത്തൽ ഭീഷണിയാവുന്നത്. ഉളിക്കൽ പഞ്ചായത്തിലെ 15-ാം വാർഡായ നെല്ലിക്കാമ്പൊയിലെ അക്ഷയ ശുദ്ധജല വിതരണ പദ്ധതി പാറയ്ക്കൽ ഹെൽത്ത് സെൻ്ററിന് താഴെയായിട്ടാണ്. ഇതിനോട് സമീപത്തോട് ചേർന്ന് ഒരു സ്വകാര്യ വ്യക്തി അവിടെ പറമ്പ് നികത്തുന്നതിൻ്റെ ഭാഗമായി ലോഡ് കണക്കിന് മണ്ണ്, കെട്ടിടം പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, ചെങ്കല്ല് പണയെന്നുള്ള വേസ്റ്റുകൾ എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടിയിട്ട് ഒരു ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ താഴെ കുടിവെള്ള പദ്ധതിയിലേക്കുള്ള വഴിയിലേക്കും അതിന് സമീപ പ്രദേശത്തായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. ഒരു മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് മുഴുവൻ ഒലിച്ച് താഴോട്ട് വരികയും കുടിവെള്ള പദ്ധതിക്ക് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏകദേശം 120ഓളം കുടുംബങ്ങൾ 20-25 വർഷമായിട്ട് പിന്നെ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു പദ്ധതിയായത്. ഇത് ഭൂരിഭാഗം പേർക്കും 90% ആൾക്കാർക്കും കിണറില്ല. അപ്പോൾ ഈ ഒരു പദ്ധതിയെ ആശ്രയിച്ച് മാത്രമാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അപ്പം ഇതിൻ്റെ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മെമ്പർ വന്ന് നോക്കിയിട്ടുണ്ട്. ഓവർസിയറെ അയക്കാമെന്നൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നിലനിൽപ്പ് ഇനി ഭാവിയിലേക്ക് എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഇതുകൊണ്ട് തന്നെ ഇതിനെന്തായാലും ഒരു ആക്ഷൻ ഉണ്ടാവണം, അതാണ് പറയാനുള്ളത്. നിലവിൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന എല്ലാ കുഴികളും ജലസംഭരണികളും അടഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഒരു മഴക്കാലം വന്നാൽ ജലം ശേഖരിക്കുകയോ ഒന്നും ചെയ്യില്ല അവിടെ. അത് സ്വാഭാവികമായിട്ടും ആ മണ്ണോടുകൂടി ഇടിഞ്ഞിറങ്ങി ഇതിലേക്ക് വന്ന് വീഴാനുള്ളത്. അപ്പം കുടിവെള്ള അവിടെ സംഭരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിന് എന്തായാലും കുറവ് വരും. ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ എന്താ സ്ഥിതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി മാർച്ച് ഏപ്രിലൊക്കെയാണ് വരുന്നത്. അപ്പം ഇത്രയും കുടുംബങ്ങളുണ്ട്, മറ്റൊരു വഴി ഇവർക്ക് ഇല്ലാതാനും കുടിവെള്ളത്തിന്. അപ്പോൾ ഇതൊന്ന് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് തരണമെന്നാണ്. നടവഴിയാണെങ്കിൽ മൊത്തം അടഞ്ഞു പോയി. അതായത് പമ്പ് ഓപ്പറേറ്റർക്ക് പിന്നെ കുടിവെള്ള പദ്ധതിയിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. വലിയ വലിയ കല്ല് വന്ന് അടഞ്ഞു കിടക്കുകയാണ്. അവിടെ സ്ഥലപരിശോധന നടത്തി നോക്കട്ടെ പഞ്ചായത്ത്. നമ്മളീ പറയുന്നത് ന്യായമായ ആവശ്യമാണോ എന്നുള്ളത്. അപ്പം എന്തായാലും ഒരു പോസിറ്റീവായ ആക്ഷൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ണ് തള്ളുന്നതിന്റെ താഴ്ഭാഗത്തായി 2 കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. മണ്ണിട്ട് നികത്തുന്നതോടെ പ്രദേശത്തെ നീരുറവ നശിക്കുകയും ഇത് കുടിവെള്ള പദ്ധതിയിൽ ജലലഭ്യത ഇല്ലാതാക്കുകയും ചെയ്യും. ജലസംഭരണിയുടെ പമ്പ് ഹൗസിലേക്കുള്ള വഴി മണ്ണിട്ട് അടച്ചതിനാൽ പമ്പ് ഓപ്പറേറ്റർക്ക് കുടിവെള്ള പദ്ധതിയുടെ സമീപത്ത് എത്തുന്നതിനോ കൃത്യമായി ജലവിതരണം നടത്തുന്നതിനോ സാധിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് അംഗം പ്രസന്ന ദാസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവിടെ മണ്ണിട്ട് നടത്തി കഴിഞ്ഞാൽ കുളത്തിലെ വെള്ളം പറ്റും. 100 വീട്ടുകാർ കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ ആർക്കും കിണറില്ല. അപ്പോൾ ഈ കിണറില്ലാത്ത ഈ വെള്ളം ആശ്രയിക്കുന്നു. ഈ വെള്ളം മുട്ടിപ്പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും വെള്ളം കൂടി കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ പരാതി. പഞ്ചായത്തിൽ ഇതിന് പരാതി പോയിട്ടുണ്ട്.